ഇതെന്താണിത്? മൊത്തം തരാൻ പറഞ്ഞു. മൊത്തം 335 രൂപ ഇങ്ങോട്ട് തരാൻ പറഞ്ഞ. എന്നതാ അങ്ങോട്ടോ? ഇതവിടെ പറ്റേച്ചി ബാക്കി 335 രൂപ ഇങ്ങോട്ട് തരാൻ പറഞ്ഞ. ഇപ്പൊ അവന്മാർ രണ്ടിനെയും കാണാനേ ഇല്ല. ഞാൻ തന്നെയാ പണി മുഴുവനും. അതുകൊണ്ട് ശമ്പളം ഒന്നുകൂടി അഡ്ജസ്റ്റ് ചെയ്താൽ നന്നായിരുന്നു. അതെ, എന്നെ പോലത്തെ പിശാചികളെ ജോലിക്ക് വെച്ചോണ്ടെങ്കിൽ എനിക്ക് ഇങ്ങോട്ട് തരാൻ ശമ്പളം. അല്ലെങ്കിൽ നിനക്കെന്തിനാ ശമ്പളം? കച്ചവടവും കിമ്പളും ഒക്കെ ഉണ്ടല്ലോ. അതൊക്കെ പൊളിഞ്ഞ് പാളീസായി. അവന്മാര് വന്ന് കേറിയ പിന്നെ എനിക്ക് അതിനൊന്നും പോകാൻ സമയം കിട്ടിയിട്ടില്ല. ഞാനിപ്പോ പുതിയ ഐറ്റംസ് ഒന്നും എടുക്കുന്നുമില്ല. അപ്പൊ പഴയ ഐറ്റംസ് തന്നെ ഒന്നുമില്ല കേൾക്കാൻ. അത് നന്നായി. അതുകൊണ്ട് ഇവിടെ കംപ്ലൈൻസ് കുറവുണ്ട്. അല്ലെങ്കിൽ നീ കാരണം ഞാൻ കേൾക്കുന്ന തെറുക്കി വല്ല കയ്യും കണക്കുണ്ടാവോ? തൊപ്പിക്കച്ചവടക്കാരൻ. ഞാൻ തന്നെ തോറ്റ് തൊപ്പിട്ടിരിക്കുകയാണ് ഇവന്റെ ഇടയിൽ. ചേച്ചി ഇരിക്കുന്നു. കളിപ്പിക്കാനോടാ, സൂക്ഷിച്ച് സംസാരിക്കണം. അല്ലോ, നിനക്കിപ്പോ എന്താ വേണ്ടേ? ഞങ്ങളെ ചേച്ചിയെ. ചേച്ചും വാച്ചൊന്നും പാടില്ല. ഇതൊരു ഗ്യാസിന്റെ കട. 10 വർഷം സർക്കസിൽ കത്തിയെറിഞ്ഞതാ ഞാൻ. എന്റെ അടുത്ത് കളിക്കുന്ന സൂക്ഷിച്ചു വേണം. ഞങ്ങളിപ്പോ എന്ത് കാണും? എന്റെ യൗമാരെ കൊണ്ട് സത്യം പറയിപ്പിക്കണമെങ്കിൽ മര്യാദയ്ക്ക് പറ്റില്ല. ഞങ്ങളുടെ പൊന്നോമന ചേച്ചിയെ നീയും നിന്റെ ആൾക്കാർ കൂടെ ഹോസ്റ്റലിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയില്ലടാ. തട്ടിക്കൊണ്ടുപോകാൻ നിന്റെ ചേച്ചി എന്താണ് ഇപ്പൊ കേൾക്കണേ? ഇനി ഉണ്ണിയോലപ്പന്മാരുടെ കൂടെയുള്ള പെണ്ണുങ്ങൾ ആരെങ്കിലും ആയിരിക്കുമോ? കറക്റ്റ്. എവിടെയവർ? ഞങ്ങളുടെ മീന ചേച്ചിക്കും കൂട്ടുകാർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് ഉത്തരവാദിത്വം നിങ്ങളായിരിക്കും. അവരെ ഒളിപ്പിച്ചു വെക്കാനാണ് ഭാവമെങ്കിൽ ആ കളി തീക്കളിയാവും. ഇതൊക്കെ ആ വേലപ്പന്റെ വേലയപ്പായിരിക്കുള്ള. ആ വെറുതാണ് വേലപ്പൻ. അയാളോട് ചോദിച്ചാൽ ചേച്ചിയും ബാച്ചിയും ഒക്കെ വീതറിയാം. കുട്ടി തവാങ്കൾ. ഒരേ വേഷം, ഒരേ പൊക്കം, 4 പേരും കൂടി എന്നെ തുരത്തി കളഞ്ഞു. ചുമ്മാ അവരെന്തിനാ പേടിക്കുന്നത്? അവരവിടെ വല്ല ഗ്യാസ് എടുക്കാമെന്ന പാർട്ടിക്കാരുമായിരിക്കും. അതെ, എന്റെ ഗ്യാസ് എടുക്കാൻ തന്നെ അവര് വന്നത്. ഓ പ്ലീസ് നോ. ചേട്ടന് മഡോണ ഇഷ്ടമാണോ? ഇഷ്ടമാണോന്ന്? മറഡോണയുടെ എന്നാ പാസാ. മറഡോണയല്ല, മഡോണ. അതായത് പാട്ടുകാരി. അവരുടെ പാട്ട് ഇഷ്ടമാണോന്നാണ് ചോദിച്ചത്. ഡോളിക്ക് ഇഷ്ടമാണെങ്കിൽ എനിക്കും ഇഷ്ടമാണ്. അമീർ ഖാനെയാണോ സൽമാൻ ഖാനെയാണോ ഇഷ്ടം? 2 കാന്മാരെ ഇഷ്ടമാണ്. ആരാവന്മാര്? ചേട്ടന് നല്ല ഹ്യൂമർ സെൻസ് ഉണ്ടല്ലോ. ഉടനെ ഒരു ഡോക്ടറെ കാണിക്കണം. ഞാനിവിടെ വന്നപ്പോഴേ ചേട്ടനെ ശ്രദ്ധിച്ചു. എന്തൊരു ഗ്ലാമർ. ഈ അടുത്തിടെ കൽക്കരി കനി ജോലി ചെയ്ത് കറുത്തു. ഒറ്റ ദിവസം കൊണ്ട് ചേട്ടൻ എന്റെ ഹൃദയത്തിൽ ചാടി കയറി കളഞ്ഞു. ഇത്ര പെട്ടെന്നൊന്നും ഞാൻ ആർക്കും പ്രവേശനം നൽകാറില്ല. ഞാനും എന്റെ തിരക്കിട്ട ബിസിനസ് ജീവിതത്തിനിടയിൽ ആയിരക്കണക്കിന് മുഖങ്ങൾ കാണുന്ന കൂട്ടത്തിൽ ഇതുപോലൊരു മുഖം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. പല്ലു തന്നെ ഉണ്ടോ? ലേശം നീരുണ്ടല്ലോ. നല്ല ഉരുക്കുപോലത്തെ കൈ. അധികം വെച്ചോണ്ടിരിക്കല്ലേ? ജലദോഷമുണ്ടോ? ഇല്ല. എന്താ? പിന്നെ ആരാ ചുമച്ചത്? ഞാനല്ല. പിന്നെ ആര്? ഏത് നാറിയടാ? നീ ഇവിടെ ഇങ്ങനെ പാട്ടും കൂത്തുമായിട്ട് കഴിഞ്ഞോ? ഇനി അവന്മാരെ എപ്പോഴും അങ്ങോട്ട് കയറി വരാന്നറിയില്ല. അവന്മാര് ഗ്യാസ് എടുക്കാൻ വന്നവരാ. പേടിക്കാനൊന്നുമില്ലെന്ന് ഡോളി പറഞ്ഞു. അതും കേട്ടോണ്ടിരുന്നോ? അറിയാത്ത കുഞ്ഞെ ചൊറിയും പറയും. അതെങ്ങനെ അറിയും? അതെങ്ങനെയാ? എന്തെങ്കിലും ഒന്ന് പറയാൻ തന്നെ ഒറ്റയ്ക്ക് കിട്ടിയിട്ട് വേണ്ടേ? എന്താ അത്രയ്ക്ക് പറയാനുള്ളത്? വീര് ഏതായാലും ഒറ്റയ്ക്ക് പുറത്തിറങ്ങി നടക്കണ്ട. അത് അപകട. ഞാൻ എന്തിനാ ഭയപ്പെടുന്നത്? വെറുതെ അതും പറഞ്ഞ് എന്റെ പുറകെ നടക്കാനല്ലേ. പിന്നെ നീ വലിയ ലോകസുന്ദരിയല്ലേ കണ്ടപ്പോ തന്നെ പുറകാടക്കാൻ. നിന്റെ മമ്മി ഓർത്തിട്ട് മാത്രം എല്ലാം ക്ഷമിക്കുന്നത്. അല്ലെങ്കിൽ ഉണ്ടല്ലോ എന്ത് ചെയ്യും? ഇതുവരെ പോയില്ലല്ലേ? വേലപ്പനും ഞാനും പോകാൻ തുടങ്ങിയതാ. അപ്പോഴാ മമ്മിയുടെ മോള് വന്നത്. അവര് പറഞ്ഞിട്ടാ ഞങ്ങൾ ഇവിടെ നിന്നത്.
ഞാൻ സാധാരണ ഒരു പ്രാവശ്യം മാത്രമേ വാണിംഗ് കൊടുക്കാറുള്ളൂ. പിന്നെ നിങ്ങൾ പിള്ളേരാണല്ലോ എന്ന് വിചാരിച്ച് അന്ന് കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോകുന്നു. മകള് വന്നുകൊണ്ട് അവരിവിടെ പ്ലീസ് എന്നെ കളി പഠിപ്പിക്കരുത്. മകളാണെങ്കിലും മകനാണെങ്കിലും ഇനി താക്കിതില്ല. കാണാം. എന്താ എന്തു പറ്റി? എന്തു പറ്റി ഉണ്ണി? ആരാ വിളിച്ചത്? പറയാം, സമയോട്ടെ. ഇതാ ഞാൻ നേരത്തെ പറഞ്ഞത്, ഉണ്ണി എന്തോ എന്നിൽ നിന്ന് ഒളിക്കുന്നുണ്ടെന്ന്. ഓ മൈ സ്വീറ്റ് ഡോളി. അയ്യോ ഈ വേലപ്പന്റെ കാര്യം. ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ അളിയാ, ഞങ്ങൾ സിറ്റിയിൽ ഒന്ന് ചെത്തി ഡോളിയുടെ കാശ് വാരി എറിഞ്ഞ് ഷോപ്പിംഗ് ആൻഡ് ഷോക്കിംഗ്. കൊണ്ടുപോയിക്കോളൂ. ഹലോ. എന്താ ഒരു വല്ലായ്മ? അവര് പിന്നെയും വിളിച്ചിരുന്നു. അന്ന് വന്നാലോ? മീരി ഇവിടെ ഉള്ള കാര്യം അവർ അറിഞ്ഞു കഴിഞ്ഞു. അവർക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്ന് ഇപ്പൊ എന്റെ പേടി. ഇത്രയും നാൾ ഞാൻ ശ്രമിച്ചു. ഇനി നിങ്ങളെ ഞാനൊരു പാഠം പഠിപ്പിക്കും. നീ ആരെയാ പേടിപ്പിക്കുന്നത്? കാണിച്ചു തരാം. എന്റെ കണക്കൂട്ടലൊന്നും ഇതുവരെ പഠിച്ചിട്ടില്ല. വയസ്സുകാലത്ത് വെറുതെ വാശി പിടിക്കണ്ട. ഇനിയും എന്നെ വരുത്തരുത്. നീ എന്ത് പറഞ്ഞാലും നടക്കില്ല. പ്ലീസ് മര്യാദയ്ക്ക് പറഞ്ഞതുപോലെ അനുസരിക്കും. നിങ്ങളല്ലേ അന്ന് മമ്മിയുടെ വീട്ടിൽ വന്നത്? അതെ. മമ്മിയെ തട്ടിക്കൊണ്ടുപോയത് നിങ്ങളാണല്ലേ? നിങ്ങളാരാ? നമ്മൾ തമ്മിൽ പരിചയമില്ല. നല്ല രസമുള്ള കാഴ്ച. ഇനി നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ബോട്ടിംഗ് നടത്തണം. ഞങ്ങൾ ഇടയ്ക്കിടെ ബോട്ടിങ്ങിന് പോവാറുണ്ട്. ഇനിയിപ്പം 4 പേർക്കും കൂടി പോവാല്ലോ. ശ്രാങ്കളിയാ, സ്പീഡ് അല്പം കുറയ്ക്ക്. ഇവിടെ മുങ്ങിയ ഒരാഴ്ച കഴിഞ്ഞ് അവിടെ പൊങ്ങൂ. സ്വിമ്മിങ് അറിയാമെങ്കിൽ പേടിക്കണ്ടല്ലോ, ഞങ്ങൾക്കറിയാം. കുറെ നാളായി ഒന്ന് സ്വിം ചെയ്തിട്ട്. ഇത് പഠിപ്പിക്കുന്ന സ്ഥലം ഉണ്ടായിരുന്നു, എനിക്ക് പഠിക്കായിരുന്നു. സ്വിമ്മിങ് നല്ല എക്സസൈസാ. ഡോളിയുടെ തടിയൊന്ന് കുറഞ്ഞു കിട്ടുകയും ചെയ്യും. ഇതങ്ങനെ അങ്ങനെ പെട്ടെന്ന് കുറയുന്ന തടിയൊന്നുമല്ല. ഇത് പ്രത്യേകം പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണ്. നല്ല തമാശ. എങ്ങനെ സഹിക്കുന്നതിനെ? ഇതിനെയാ. അതാണ് കര കര കര. ഇത് പ്ലാസ്റ്റിക് പൂവാണോ? തലേ തൊടാതെ. ഇല്ല ഇല്ല. എപ്പോഴെങ്ങനെയാ? ക്ഷമയ്ക്കൊരു നോബൽ സമ്മാനം ഉണ്ടെങ്കിൽ അത് ആദ്യം കിട്ടുന്ന എനിക്ക്. അതിലും വിലപിടിപ്പുള്ള ഒരു സമ്മാനം കിട്ടിയാൽ നീ വേണ്ടാന്ന് വെക്കുമോ? എന്ത് സമ്മാനം? അത് correct, അത് correct. ഏയ്,
നിർത്തൂ, നിർത്തൂ. ഇനി മുങ്ങരുത്, ഇനി മുങ്ങരുത്, ഇനി മുങ്ങാൻ വിടൂല. നമ്മൾ നമ്മളുടെ പ്രശ്നം പിന്നെ പറഞ്ഞു തീർക്കാം. ഇപ്പൊ എന്റെ കൂടെ വന്നിട്ട് ഇവരടി അവസാനം എന്നെ പറ്റിക്കോ? ഇല്ലെന്ന്. എന്നാ പിടിച്ചോ. പിന്നെ പോലീസിനെ കൊണ്ടോ പട്ടാളത്തിനെ കൊണ്ടോ പിടിപ്പിക്കാനല്ല ഞാൻ വന്നത്. പിന്നെ ഞാൻ വേറൊരു കാര്യം, പിന്നെ ഞാൻ ഒരു കാര്യം, പിന്നെ ഞാൻ ഇത് കണ്ടോ? എന്ത് വലിയ കഷ്ടം. ഇതെന്താ ഇതെന്താ എന്നെ ഇവിടുത്തെ പ്രശ്നം? മാറണം. ഒരു കാര്യം ഒരു കാര്യം പറയാൻ വേണ്ടി. അതെ, ഇതെന്താണ്? ശരി, വലിയ കഷ്ടമാണല്ലോ. ആദ്യം ഇടി, പിന്നെ സംസാരിക്കാം. ആ, അങ്ങനെ ആയിക്കോട്ടെ. ഒന്നുമില്ല, കുഴപ്പമില്ല. നമുക്ക് ആ ഇടി നിർത്തണ്ട. താങ്ക് യു. പേടിക്കണ്ട, ഞാൻ നിങ്ങളെ ഉപദ്രവിക്കാൻ വന്നതല്ല, സഹായിക്കാൻ വന്നതാ. ആരാ അവര്? എന്തിനാണ് ഒരു കുട്ടിയുടെ പുറകെ കിടക്കുന്നത്? ഇനി ഏതായാലും അല്പം സൂക്ഷിക്കുന്നത് നല്ലതാ. ആ, ഞങ്ങളെ കൊണ്ടല്ലോ കൂടെ. ഉണ്ണിക്ക് മമ്മിയോട് അത്രയ്ക്ക് ഇഷ്ട? അങ്ങനെ ചോദിച്ചാ ഇത്തിരി നാളത്തെ പരിചയമുള്ളെങ്കിലും ഒത്തിരി നാളത്തെ അടുപ്പം. എന്തുപറ്റി? നീരെന്താ വല്ലായിരിക്കുന്നത്? ആ മമ്മിയുടെ മോളല്ല ഞാനെന്നറിഞ്ഞാൽ ഉണ്ണിക്ക് എന്നോട് വെറുപ്പ് തോന്നോ? നീരെന്താ പറയുന്നത്? സോറി, ഉണ്ണി ഉദ്ദേശിക്കുന്നത് പോലെ ഞാൻ മമ്മിയുടെ മകളൊന്നുമല്ല. ഹോസ്റ്റലിൽ വെച്ചാ മമ്മിയുടെ കാര്യം പത്രത്തിൽ കണ്ടത്. അപ്പൊ വന്നതാ, ഡോളി പറഞ്ഞിട്ടാ. പക്ഷേ അതിനു മുമ്പേ എനിക്ക് മമ്മിയെ അറിയാം. എന്റെ അച്ഛനൊരു സർക്കസുകാരനായിരുന്നു. സർക്കസ് പൊളിഞ്ഞതോടെ കുറെ കുള്ളന്മാരെയും വീട്ടിൽ കൊണ്ടുവന്ന് കുടി തുടങ്ങി. നിങ്ങളാണ് എന്റെ മക്കൾ. നമ്മൾ ഒന്നിച്ച് റിങ്ങി കഴിഞ്ഞവരാ. അവൻ എവിടെ എന്റെ കുട്ടൻ? കടയിൽ പോയിരിക്കുക, ഇപ്പൊ വരും. ആ, ഒന്നിങ്ങോട്ട് വേഗം കൊണ്ട് വാടി. എന്താണ് ഇത്രയും താമസിച്ചത്? അവിടെ ഒരു അഹങ്കാരം. മാഷൊന്നും മിണ്ടാതിരി, എന്തിനാണെന്ന് ഒച്ച വയ്ക്കുന്നത്? പെൻഷന് പോയിട്ട് കിട്ടിയോടാ? കിട്ടി. എന്നിട്ട് മലക്കറി വെക്കാൻ ചന്തവരെ പോയി. വേണ്ട, അവളെ കൊടുത്തരെ. ദാ, സർക്കസുകാരന് കൊടുക്കുന്ന സർക്കാരിന്റെ പിച്ച പെൻഷൻ, ബസ്സിന് കല്ലെറിഞ്ഞവനും ടയർ കുത്തിപ്പൊളിച്ചവനും ഒക്കെ താമ്രപത്രവും പെൻഷനും. പിടിക്കണ്ട, ഞാൻ വീഴത്തില്ല, വീഴത്തില്ല. സാരല്ല, അച്ഛനല്ലേ, നീ ഒറ്റ മകളല്ലേ ഉള്ളൂ. സ്നേഹം കൊണ്ട് പറയുന്നതാ. മുമ്പൊന്നും കുടിച്ചാലും കുഴപ്പമില്ലായിരുന്നു. ഇപ്പൊ അത് കഴിഞ്ഞ പാട്ടും കൂത്തും ബഹളവും, കൂടെ കുറെ ശെങ്കിടികളും. ഇപ്പൊ ശെങ്കിടികൾ എത്രയുണ്ട്? 4 എണ്ണം. അങ്ങർക്ക് വട്ട. പണ്ട് സർക്കസിൽ കൂടെ ഉണ്ടായിരുന്നെന്നും പറഞ്ഞ് അതുങ്ങളെ അവിടെ കയറ്റി താമസിപ്പിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ആകെ പെൻഷനായി കിട്ടുന്നത് 300 രൂപയാ. ഉണ്ടപ്പക്കറുകളാണെന്നൊന്നും കരുതണ്ട, എല്ലാം തീറ്റിപ്പണ്ടാരങ്ങളാ. അതൊക്കെ സഹിക്കായിരുന്നു. എന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വിടില്ല. ചേച്ചിന്ന് വിളിച്ച് പുറകെ നടക്കും. നാണക്കേട് കാരണം പുറത്തിറങ്ങാൻ പറ്റില്ല. എന്നെ നോക്കിക്കൊള്ളണമെന്ന് അച്ഛൻ പറഞ്ഞുപോയി. അന്നു മുതൽ അവർ കാവൽക്കാരെ പോലെ നടക്കുക. അത് പോട്ടെ, നിന്റെ പഠിത്തം ഇതുവരെയായി? ഇപ്പൊ ഒരാഴ്ചയായി പോയിട്ട്. ബസ്സിൽ കയറ്റാനും ബസ് സ്റ്റോപ്പിലൊക്കെ ആയിട്ട് ആ ഉണ്ടകൾ കൂടെ വരും. ഞാൻ വേണ്ടെന്ന് പറഞ്ഞാലും അച്ഛൻ കേക്കില്ല. ആരെങ്കിലും പിടിച്ചോണ്ട് പോകുന്നാ തോന്നല്. നീ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്നതാ നല്ലത്. എന്നാ പഠിക്കാനും സമയം കിട്ടും, അവന്മാരുടെ ശല്യവും ഉണ്ടാവില്ല. അത് പറയാനാ ഞാൻ ഇങ്ങോട്ട് വന്നത്. അയൽപ്പക്കത്ത് മമ്മിയെപ്പോലെ ഒരാളുണ്ടായത് എന്റെ ഭാഗ്യം.
എന്നാ വേണ്ട ഏർപ്പാട് ചെയ്തോളൂ. പണത്തിന്റെ കാര്യമൊന്നും ഓർത്ത് മീര വിഷമിക്കണ്ട. മമ്മി ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. ഞാൻ വേറെ ആർക്ക് കൊടുക്കാനാ? വാ, കാപ്പി കുടിച്ചിട്ട് പോകാം. ഡേയ്, ഗേറ്റ് തുറക്ക്. ഈ പകൽ എന്തിനാ അടച്ചിട്ടിരിക്കുന്നത്? തുറക്കണം നീ. നിന്നോടാ പറഞ്ഞത് ഗേറ്റ് തുറക്കാൻ. തുറക്ക്. ആരെ കാണാനാ? ചേച്ചിയെ. ഒരു ചാച്ചി ഇവിടെ ഇല്ല. ഈ സർക്കസ് തൊട്ടതൊന്നുമല്ല. പോ ഏ? പോവാൻ. പോടാ. പൊട്ടാ നിന്നെ ഈ തെണ്ടി പിള്ളേർ ആരെന്താ കേട്ടത്? തെണ്ടിയാണ്. ചേച്ചി മാസ്റ്റർ തന്നേച്ചതാ. എന്ത് തോന്നിയ ദിവസം കാട്ടാന്ന് വെച്ചാ ഞാൻ പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കും. ഇല്ലെങ്കിൽ ഇന്ന് തന്നെ ഇവിടുന്ന് വെക്കേറ്റ് ചെയ്തോണം. ഇവന്മാരെ ഇതിനകത്ത് കയറ്റാൻ പറ്റത്തില്ല. സോറി മാഡം. സോറി. എവിടെയാ കിടന്ന അലവലാദികൾ? ഒന്നും എനിക്ക് കേൾക്കണ്ട. പോയേ പറ്റൂ. ഞാൻ ഒന്ന് തീരുമാനിച്ച പിന്നെ ദൈവം തമ്പരാൻ പറഞ്ഞാലും മാറ്റമില്ല. ചന്ദ്രി, നീ ആരുടെ എന്റെ ചേച്ചി വഴക്കുറേ? അടിച്ചാ നിങ്ങൾ എല്ലൂരും. നിങ്ങൾ പൊയ്ക്കോ. ഇവിടെ പഠിക്കാനുള്ള സമയമാ. ചേച്ചി ഞായറാഴ്ച വരാം. ചേച്ചിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് ഞങ്ങളോട് പറഞ്ഞാൽ മതി, ഞങ്ങൾ ശരിപ്പെടുത്താം. ഒരു പ്രശ്നമില്ല. നിങ്ങൾ പൊയ്ക്കോ. പട പേടിച്ച് പന്തളത്തി എന്നപ്പോ പന്തോങ്കുളത്തി പട ഇങ്ങോട്ടെന്ന് പറഞ്ഞ പോലായി. നമുക്ക് വാർഡനോട് ഒന്നുകൂടൊന്ന് പറഞ്ഞു നോക്കിയാലോ? ഓ, ഇനി അവർ ഒരു എക്സ്ക്യൂസും തരത്തില്ല. എന്നാ നമുക്ക് വേറെ വല്ല ഹോസ്റ്റലിൽ നോക്കിയാലോ? എവിടെ ആയാലും ഗതി ഇതായിരിക്കും. എടി, ദേ മമ്മിയെ കാണാനില്ലെന്ന്. ഏത് മമ്മി? എന്നെ ഹോസ്റ്റലിലാക്കാൻ സഹായിച്ചത് ഒരു മമ്മിയാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? ആ, മമ്മിയുടെ ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരാഴ്ചക്കകം ബന്ധപ്പെടണം. ഉണ്ണി വേലപ്പൻ കോയ ഏജൻസീസ്, എറണാകുളം. ഇവരാരപ്പാ? മമ്മിക്ക് വേറെ ആരും ബന്ധുക്കളില്ല. ഒറ്റയ്ക്കായിരുന്നു. അവരെങ്ങോട്ട് പോയി? അപ്പൊ അവരുടെ വീട് ഒഴിഞ്ഞു കിടക്കുവാണോ? നിനക്കേതായാലും സ്ഥലം നല്ല പരിചയമുണ്ടല്ലോ. കെട്ടിപ്പെറുക്കി എന്നാ നമുക്ക് അങ്ങോട്ട് പോയാലോ? അവിടെ താമസിക്കുകയും ചെയ്യാം. മമ്മി വന്ന ഹോസ്റ്റലിൽ നിന്ന് പോകുന്ന കാര്യം പറയുകയും ചെയ്യാം. പക്ഷെ അവരെ കാണാനില്ലെന്നല്ലേ? എങ്ങോട്ട് പോയതായിരിക്കും? മമ്മി ഗുരുവായൂർ പോയി ഭജന ഇരിക്കാറുണ്ട്. അങ്ങനെ വല്ലതും പോയതായിരിക്കുന്ന എനിക്ക് തോന്നുന്നത്. എന്നാ പോവാടി. ഇതൊക്കെ ഒരു ത്രില്ലല്ലേ? നീ എന്റെ കൂടെ വന്നാ മതി. ബാക്കി കാര്യം ഞാൻ ഏറ്റു. ഏതാ ഈ ഉണ്ണി വേലപ്പന്മാര്? അത് വല്ല വായി നോക്കിയതുമായിരിക്കും. അവരെ നമുക്ക് കൈകാര്യം